പ്രിയപ്പെട്ടവരെ നമസ്കാരം. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇന്ന് 4 മണിക്ക് എന്നാ പലഹാരം ഉണ്ടാക്കുന്നത്, എന്തെങ്കിലും ഒന്ന് കുറിക്കാനോ ചവയ്ക്കാനോ വേണമല്ലോ. അങ്ങ് ഇരുന്നപ്പോഴാണ് ഒരു ചക്ക ഉണ്ടായിരുന്നു, ലാസ്റ്റ് ഈ വർഷത്തെ അവസാനത്തെ ചക്ക. അത് പറിച്ചെടുത്തു. ഇപ്പോൾ കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചു. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് ഒരു വെറൈറ്റി ഒരു ചക്ക വട തന്നെ അങ്ങ് തയ്യാറാക്കാമെന്ന് കരുതി. അപ്പോൾ 4 മണിക്ക് അത് നമുക്ക് കാപ്പിയായിട്ട് കഴിക്കാം. ഇപ്പം നമുക്ക് ജാറിലേക്ക് നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കുക. ഈ ചക്കയൊക്കെ നല്ലപോലെ അരഞ്ഞ് കിട്ടും. എന്നാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ചക്കയെല്ലാം ഇച്ചിരി വെള്ളം പിടിച്ച ചക്കകളല്ലേ, അപ്പോൾ എളുപ്പം അരഞ്ഞ് കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഇഞ്ചി അതുപോലെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചക്കയൊന്ന് അരച്ചെടുക്കാം. ചക്ക ഇങ്ങോട്ട് കേട്ടോ, മഴക്കാലമായതുകൊണ്ട് ചക്കയ്ക്കകത്തും വെള്ളമുണ്ട്. ഇനി ഇപ്പം നമ്മൾ നല്ലപോലെ ചക്ക അരച്ച് വെച്ചിരിക്കുക. ആ അരച്ചതിനകത്തോട്ട് സ്വല്പം ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ടുണ്ട്, ഉപ്പും ചേർത്തു. അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ കുറച്ച് 1 കപ്പില്ല കടലമാവ്, ഒരു 1/2 കപ്പ് അരിപ്പൊടി, ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, ഇഞ്ചിയും പച്ചമുളകും കൂടെ, കറിവേപ്പില, സവാള അരിഞ്ഞത്, ഇതെല്ലാം കൂടെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലപോലെ അങ്ങോട്ട് ഞെരടണം. കൈ കൊണ്ട് തന്നെ ഞെരടിയായാലേ എല്ലായിടവും ഇത് ചെല്ലുകയുള്ളൂ. ചിലർക്കൊക്കെ കൈ കൊണ്ട് എടുക്കുമ്പോഴത്തേനും ഭയങ്കര അറപ്പാ. ഓരോ വീഡിയോയിലൊക്കെ ആളുകൾ പറയുക, നിങ്ങൾ കൈ കൊണ്ടാണോ ചെയ്യുന്നതെന്ന്. പക്ഷേ കൈ കൊണ്ട് കുഴയ്ക്കുന്നിടത്ത് കൈ തന്നെ വേണം. നമുക്കൊരു സ്വല്പം കായവും കൂടി ഇട്ട് കൊടുക്കാമായിരുന്നു. അപ്പോൾ കായവും കൂടി ഇട്ട് അതും കൂടെ ഒന്ന് കുഴച്ചു. ഇനി ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കട്ടെ. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എണ്ണയെല്ലാം ചൂടായെന്ന് തോന്നുന്നു, നോക്കട്ടെ. എണ്ണ ചൂടായ സ്ഥിതിക്ക് നമുക്ക് വട ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്ന് നമുക്ക് തിരിച്ചിട്ട് റെഡിയാക്കാം. ഷേപ്പൊന്നും വരാത്തതിൽ ഒരു സങ്കടമുണ്ട് കേട്ടോ. ഇതിനൊരു സ്വല്പം ഷേപ്പൊക്കെ ഉണ്ട്. സത്യം പറയാം, ഞാൻ ആദ്യമായിട്ടാണ് ചക്കവട ഉണ്ടാക്കുന്നത്. നമുക്കിത് കോരിയെടുക്കാം. നല്ലപോലെ മൂത്തിട്ടുണ്ടേ. നമ്മൾ ആദ്യത്തേത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി ഇനി അടുത്തത് ചെയ്യുവാണേ. അത് നേരത്തേനേക്കായി കട്ടി കുറച്ചിടുക. അപ്പോൾ നമ്മുടെ ചക്കവടയെല്ലാം റെഡിയായിട്ടുണ്ട്. സത്യം പറയാമല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ചക്കവട ഉണ്ടാക്കിയത്. ഈ കൊല്ലത്തെ സീസൺ കഴിഞ്ഞു ചക്കയുടെ എല്ലാം. അപ്പോൾ അവസാനത്തെ ചക്കയുടെ 5-6 ചുളയെടുത്ത് വെച്ചാണ് ഇത് തയ്യാറാക്കിയത്. എന്തായാലും നല്ല സൂപ്പറായിരിക്കുന്നു. ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അതിനകത്ത് ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ട് ചക്കയ്ക്കകത്ത് ഇട്ട് നമ്മൾ അരയ്ക്കുകയും കൂടെ ചെയ്തില്ലേ, ഉപ്പുമൊക്കെ ചേർത്ത്. അത് നല്ല അങ്ങനെ വേണം ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഒന്ന് കഴിച്ച് നോക്കി, എന്നാലും നിങ്ങൾ ഒന്ന് നോക്കട്ടെ. ഉണ്ടോ, അത് എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടലമാവ് ഇട്ടിട്ടുണ്ട്, അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, ചക്കയും. ഈ 3 എണ്ണം കൂടെ കൂടിയുള്ളതാണ് നമ്മുടെ ചക്കവട. അപ്പോൾ ചക്കവട നിങ്ങൾക്ക് ഇപ്പം ചക്കയുടെ സീസണാണല്ലോ.
അപ്പോൾ ചക്കവടയുണ്ട്, വൈകിട്ടത്തെ കാപ്പിയുണ്ട്. ഇതെല്ലാം കൂട്ടി കുടിക്കട്ടെ. അപ്പം ചക്ക ഉണ്ടെങ്കിൽ നിങ്ങൾ ചക്കവട ഉണ്ടാക്കി നോക്കണം കേട്ടോ. 4 മണിക്കൊരു നല്ലൊരു പലഹാരമാണ്. ഇപ്പം ഗ്യാസും ഒന്നും ഉണ്ടാകത്തില്ല. മറ്റേ പരിപ്പ് വടയല്ല, ചക്കയാണ്, സൂപ്പറാണ്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാതെ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ് ബായ്.